ലാൽ ബഹാദൂർ ശാസ്ത്രി 1966. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയായ ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ആ ബഹുമതിക്ക് ആദ്യമായി അർഹനായത്. സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന ശാസ്ത്രിയുടെ ചെറിയ ശരീരത്തിലെ മനസ്സിന്റെ കരുത്തിനെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും അംഗീകരിച്ചിരുന്നു. സ്വാതന്ത്ര്യ സേനാനിയും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഉത്തർപ്രദേശിലെ മുഗൾ സരായിയിൽ അധ്യാപകനായ ശാരദാ പ്രസാദ് ശ്രീവാസ്തവയുടെയും രാംദുലാരി ദേവിയുടെയും മകനായി 1904 ഒക്ടോബർ 2 ജനിച്ചു. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ 1921 പഠനം ഉപേക്ഷിച്ചു. 1926 കാശി വിദ്യാപീഠത്തിൽ നിന്ന് ശാസ്ത്രി ബിരുദം നേടി. 1937 UP നിയമസഭാംഗമായി. സ്വാതന്ത്ര്യാനന്തരം UPയിൽ ആഭ്യന്തരമന്ത്രിയായി. കേന്ദ്രമന്ത്രിസഭയിൽ റെയിൽവേ ട്രാൻസ്പോർട്ട് മന്ത്രി, ട്രാൻസ്പോർട്ട് വ്യവസായ മന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കാമരാജ് പദ്ധതി പ്രകാരം രാജിവെച്ചു. നെഹ്റു അസുഖബാധിതനായപ്പോൾ ശാസ്ത്രിയെ വകുപ്പില്ലാ മന്ത്രിയായി തിരികെ വിളിച്ചു. നെഹ്റുവിന് ശേഷം 1964 ജൂൺ 9 മുതൽ 1966 ജനുവരി 11 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 1965 ഇൻഡോ പാക് യുദ്ധത്തെ ധീരമായി നേരിട്ടു. 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ വെച്ച് സോവിയറ്റ് പ്രധാനമന്ത്രി കൊസിജിനിന്റെ സാന്നിധ്യത്തിൽ പാകിസ്ഥാന്റെ അയൂബ് ഖാനുമായി താഷ്കെൻഡ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. പിറ്റേ ദിവസം ഹൃദയസ്തംഭനം മൂലം അന്തരിച്ചു. ഇന്ത്യക്ക് വെളിയിൽ വെച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ്. കടന്നുകയറ്റത്തെ ചെറുത്ത അതേ വികാരത്തോടും ശക്തിയോടും നാം ഇനി സമാധാനത്തിനായി പോരാടണം എന്നു പറഞ്ഞത് ശാസ്ത്രിയാണ്. സമാധി വിജയ്ഘട്ടാണ്.